ഹലോ, ഞാൻ ധന്യ. ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കിഴങ്ങ് ഫ്രൈ ആണ്, പൊട്ടറ്റോ ഫ്രൈ. അപ്പോൾ പ്രവാസികൾക്ക് ഈസിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പീസാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അതിലൊരു റെസിപ്പിയാണിത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. സ്റ്റൗ ഓണാക്കി കൊടുക്കാം. ഇപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം കോക്കനട്ട് ഓയിൽ, ഫ്രൈ ആണ്, അതുകൊണ്ട് കുറച്ചുകൂടെ കോക്കനട്ട് ഓയിൽ കൂടുതൽ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഒരു 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഈ കിഴങ്ങ് ഫ്രൈ ചെയ്യാനായിട്ട് നമുക്കൊരു 10 പീസ് ചെറിയ ഉള്ളിയും കുറച്ച് ക്രഷ്ഡ് ചില്ലിയും വറ്റൽമുളകിൻ്റെ പൊടിയും ആവശ്യമുണ്ട്. ഇപ്പോൾ ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ ഒരു സവോള ചെറുതായിട്ട് കട്ടാക്കി എടുത്താലും മതി. ഇനി ക്രഷ്ഡ് ചില്ലി ഇല്ലെങ്കിൽ വറ്റൽമുളക് ഒരു 8 എണ്ണം ഈ സവോളയുടെ കൂട്ടത്തിലോ ചെറിയ ഉള്ളിയുടെ കൂട്ടത്തിലോ ഇട്ടിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. നമ്മുടെ കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഞാനിപ്പോൾ ഇത് ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ചെറിയ ഉള്ളിയാണ് എടുത്തത്. അപ്പോൾ ചെറിയ ഉള്ളിയും വറ്റൽമുളകിൻ്റെ പൊടിയും കൂടെ ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ പരുവത്തിലാണ് എടുക്കേണ്ടത്. ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ മിക്സിയുടെ ജാറിൽ കുറച്ച് ബാലൻസ് ഉണ്ടാകും. അത് നമുക്കൊരു 1/2 കപ്പ് വെള്ളത്തിൽ അത് കഴുകി എടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മിക്സിയുടെ ജാറ് വെറുതെ വാഷാക്കി കളയണ്ട. ആ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് അതൊന്ന് ജസ്റ്റ് കഴുകി വയ്ക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു കിഴങ്ങ് ഫ്രൈക്ക് യാതൊരുവിധ മസാലകളൊന്നും ചേർക്കുന്നില്ല. ജസ്റ്റ് നമുക്കിതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആ കിഴങ്ങിൻ്റെ ഒരു കളറൊന്ന് വേറൊരു യെല്ലോ കളർ കിട്ടുന്നതിന് വേണ്ടി ജസ്റ്റ് ഒരു അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതൊന്ന് ജസ്റ്റ് മിക്സാക്കി കൊടുക്കാം. ഇതിന് മറ്റൊരു മസാലയുടെയും ആവശ്യമില്ല, അത്രയ്ക്കൊരു ഫ്ലേവറാണിത്. അപ്പോൾ ഇതിലേക്ക് ഇത് കണ്ടോ, ഈ കിഴങ്ങ് ഇതുമാതിരി കട്ടാക്കിയതായിരിക്കണം. നീളത്തിൽ കുറച്ച് തിക്കായിട്ട്, കുറച്ച് കനത്തിൽ, കുറച്ച് നീളത്തിൽ അരിഞ്ഞ, ഇതുമാതിരി അരിഞ്ഞ തന്നെ ആയിരിക്കണം കിഴങ്ങ്. ഈ ഓയിലിൽ കിഴങ്ങ് നന്നായിട്ടൊന്ന് 1 മിനിറ്റ് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം ഞാനിത് 1 മിനിറ്റ് നന്നായിട്ടൊന്ന് കിഴങ്ങ് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ പറഞ്ഞല്ലോ, മിക്സിയുടെ ജാറ് വാഷ് ചെയ്ത് ഒരു 1/2 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും നേരെ ഇതിൻ്റെ എല്ലാ സ്ഥലത്തോട്ടും ഒഴിക്കാതെ ജസ്റ്റ് എല്ലാ പാർട്ടിലും കുറച്ച് കുറച്ച് ആകുന്ന വിധത്തിൽ വേണം വെള്ളം ഒഴിക്കാനായിട്ട്. കണ്ടിങ്ങനെ ചുറ്റിച്ചിട്ട് പതുക്കെ ഒഴിച്ചു കൊടുക്കണം. ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ, കാരണം നമ്മളിത് ലോ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യുന്നത്. പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് മിക്സ് ചെയ്യരുത്. ഇതുമാതിരി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അമക്കി കൊടുത്തിട്ട് അപ്പം തന്നെ ക്ലോസ് ആക്കി ലോ ഫ്ലെയിമിൽ പതിയെ കുക്ക് ചെയ്തെടുക്കുകയുള്ളൂ, അല്ലെങ്കിൽ കിഴങ്ങ് ഉടഞ്ഞുടഞ്ഞ് പോകും. ഒരു ഫ്രൈയിങ് മോഡിൽ നമുക്കത് കിട്ടത്തില്ല, കിഴങ്ങ് വേവിച്ച പോലെ ആയി പോകും. അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ ഫോളോ ചെയ്യണം. ഇനി നമുക്കിത് ക്ലോസ് ചെയ്ത് വെച്ച് കൊടുക്കാം. കണ്ടോ, ഇപ്പം തന്നെ ഇത് തിളയ്ക്കുന്നതുണ്ടോ, കണ്ടോ. ഇനി നമ്മളത് ലോ ഫ്ലെയിം ആക്കി വെച്ച് കൊടുക്കുക. തിളയ്ക്കുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം, തിളച്ച് കഴിഞ്ഞിട്ട് മതി ലോ ഫ്ലെയിമിലാക്കി കൊടുക്കേണ്ടത്. നമ്മൾ കുറച്ച് വെള്ളമേ ഒഴിക്കുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ അപ്പം തന്നെ അത് തിളയ്ക്കും. തിളച്ച ഉടനെ തന്നെ നമ്മളിത് ക്ലോസ് ആക്കി ലോ ഫ്ലെയിമിൽ ഇട്ട് വയ്ക്കുക. കിഴങ്ങ് വേകുന്നവരെ കുക്കാക്കാം. നമുക്കിതൊരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതുകൊണ്ട് കിഴങ്ങ് കുക്കാവട്ടെ. 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് ഓപ്പണാക്കി നോക്കാം. ഇതിപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓപ്പണാക്കി നോക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇനി നമ്മളിത് മൂടി വെച്ച് കിഴങ്ങ് നന്നായിട്ട് വേകുന്നവരെ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. ഈ ഒരു കിഴങ്ങ് ഫ്രൈക്ക് നമ്മൾ ആദ്യം ഒഴിക്കുന്ന ആ അരക്കപ്പ് വെള്ളം അല്ലാതെ പിന്നെ വേറെ വെള്ളം ഒഴിക്കാൻ പാടില്ല. ഇത് ലോ ഫ്ലെയിമിൽ പതിയെ അതിനകത്തുനിന്ന് തന്നെ കുറച്ച് വാട്ടറുണ്ട്, അതുമായിട്ടിരുന്ന് പതിയെ കുക്കാക്കി എടുക്കുമ്പോൾ മാത്രമേ ഫ്രൈ ആയിട്ട് വരത്തുള്ളൂ. അതുകൊണ്ട് വീണ്ടും വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പാടില്ല. ചെറു തീയിൽ പതിയെ കുക്കാക്കി എടുക്കണം. ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നേരത്തെ 5 മിനിറ്റ്, അങ്ങനെ ടോട്ടൽ ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിലാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. പിന്നെ കിഴങ്ങ് നമ്മൾ എത്ര കട്ടിയായിട്ട് അരിയുന്നോ അതിനനുസരിച്ച് ചെറുതായിട്ട് കുക്കിംഗ് ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ കിഴങ്ങ് കുക്കായോ എന്ന് ചെക്ക് ചെയ്യണം. പക്ഷേ ഓവർ കുക്കായി പോകാനും പാടില്ല. നമുക്കിതിപ്പോൾ ഓപ്പണാക്കി നോക്കാം. പിന്നെ ഓപ്പൺ ആക്കുമ്പോൾ പതുക്കെ മിക്സ് ചെയ്യാനുള്ളൂ. കാരണം കിഴങ്ങ് ഉടഞ്ഞു പോകാതെ ഒരു ബാലൻസിങ് മിക്സ് മാത്രമേ കൊടുക്കാവുള്ളൂ. അപ്പോൾ നമുക്കൊന്ന് കിഴങ്ങ് കുക്കായെന്ന് ചെക്ക് ചെയ്യുകയും ചെയ്യാം. ജസ്റ്റ് ഒരു കിഴങ്ങ് എടുത്തിട്ട് ഒന്ന് പതുക്കെ ഉടച്ച് നോക്കാം. കണ്ടോ? അപ്പോൾ നമുക്ക് മനസ്സിലാവും കിഴങ്ങ് കുക്കായിട്ടുണ്ടോ ഇല്ലയോ എന്ന്. ഇത് കണ്ടോ? ഇപ്പോൾ ഇത് കുക്കായിട്ടുണ്ട്. ഞാനിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല എരിവും ഉപ്പും എല്ലാം പാകത്തിനാണ്. ഇത് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ വളരെ ടേസ്റ്റിയും സ്പൈസിയും ആയിട്ടുള്ള പൊട്ടറ്റോ ഫ്രൈ, കിഴങ്ങ് ഫ്രൈ റെഡി. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഞാൻ പറഞ്ഞു എല്ലാ റെസിപ്പീസും ട്രൈ ചെയ്ത് നോക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പീസൊക്കെ മിസ്സാവുകയുള്ളൂ. അത്രയ്ക്ക് ടേസ്റ്റുള്ള ഒരു കിഴങ്ങ് ഫ്രൈ ആണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നോട് അഭിപ്രായം പറയണം. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുവാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.